സോനെ, അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞല്ലേ, ഇനി അദ്ദേഹത്തിന് ആഹാരം കൊടുക്കണം. എന്നോട് പറഞ്ഞിട്ട് എന്തിനാ ഏട്ടാ? അമ്മ സമ്മതിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഏട്ടൻ അമ്മയോട് പറ. നിനക്കെന്താ അമ്മയോട് പറഞ്ഞ? വേഗം അതുകൊണ്ട് വെച്ചിട്ട് അദ്ദേഹത്തിന് ആഹാരം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യും. ഞാൻ ചെയ്യില്ല ഏട്ടാ. ഈ ഡ്രസ്സ് എടുത്തുകൊണ്ട് വെക്കാൻ മാത്രമേ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അതിലപ്പുറം ഞാൻ ഒന്നും ചെയ്യില്ല. ഇന്ദ്ര, നീ എന്താ ഈ കാണിക്കുന്നേ? ആർക്കു വേണ്ടി ഇതൊക്കെ എടുക്കുന്നേ? നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയോ? അല്ല അനുവിനെ ഞാൻ വിളമ്പി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് ആർക്കാരിക്കൊന്നും ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇവൻ അയാൾക്ക് ആഹാരം കൊണ്ടുപോയി കൊടുക്കുന്ന അപകടമാ. അച്ഛനും മകനും തമ്മിലെടുക്കാൻ അതൊരു കാരണമാവും. എടാ എടാ, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ഇന്ദ്ര? നീ നിന്റെ ഭാര്യയോട് തന്നെ പറ വിളമ്പി കൊടുക്കാൻ. അതിനാരും ഇവിടെ തടസ്സം പറഞ്ഞിട്ടില്ലല്ലോ. അമ്മേ, അനുവിന് അത്ര വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. സോനയുടെ ഡ്രസ്സ് പോലും ആ മനുഷ്യൻ അലക്കി തേച്ച് വെച്ചല്ലേ. അതെടുത്ത് അവള് മുറി കൊണ്ടുവയ്ക്കും. അത്രയും ജോലി ചെയ്ത മനുഷ്യന് ഒരു നേരത്തെ ആഹാരം എടുത്തു കൊടുക്കാൻ ഞാൻ പറഞ്ഞപ്പോ അവക്ക് അമ്മയുടെ അനുവാദം വേണമത്രേ. അത്രയല്ലേ അവള് പറഞ്ഞുള്ളൂ. എന്റെ മക്കളിൽ ഒരാളെങ്കിലും എന്നെ ഒന്ന് അനുസരിക്കട്ടെ ഇന്ദ്ര. നീ സത്യനൊക്കെ എനിക്കെതിരാണല്ലോ. അമ്മേ, കണ്ണി ചോരയില്ലാത്ത ഇത്തരം പ്രവൃത്തിക്ക് കൂട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഒന്നുകിൽ ആ മനുഷ്യനെ ഇവിടെ നിന്ന് ഇറക്കി വിടണം, അല്ലെങ്കിൽ 3 നേരം കൃത്യമായിട്ട് ഭക്ഷണം കൊടുത്ത് ജോലി ചെയ്യിപ്പിക്കണം. എടാ, ഒരു നേരത്തെ ഭക്ഷണം പോലും ഇപ്പൊ ഇതുവരെ മുടങ്ങിയിട്ടില്ലല്ലോ. ഇന്ന് ഉച്ച വരെയുള്ള നിന്റെ ഭാര്യ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത്താഴം കുറച്ച് താമസിച്ചു പോയെന്നല്ലേ ഉള്ളൂ. നീ അതവിടെ വെക്കേ, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. വേണമെന്നില്ല, ഇത് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. പിന്നെ നാളെ തൊട്ടുള്ള കാര്യത്തിന് അമ്മ ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ മതി. അത് സോനയോടും കൂടെ ഒന്ന് പറഞ്ഞേക്ക്. നീ അതവിടെ വെക്കെന്തിരാ? ഞാനല്ലേ അയാളെ കൂടെ പണിയെടുപ്പിച്ചത്. അതിന്റെ കൂലി ഞാൻ തന്നെയല്ലേ കൊടുക്കേണ്ടത്. അതല്ലേ അതിന്റെ മര്യാദ. ഇങ്ങ് തന്നെ, ഞാൻ കൊടുത്തോളാം. ഇങ്ങ് താ അമ്മേ. ഒരു കാര്യം, കൊടുക്കുന്നെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ മുന്നിൽ വെച്ച് തന്നെ കൊടുക്കണം. പിന്നത്തേക്ക് വെക്കാൻ പറ്റില്ല. ഞാനിപ്പൊ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. നിന്നോട് വാക്ക് പറഞ്ഞിട്ട് ഞാൻ തെറ്റിക്കില്ല. എടാ ഇന്ദ്ര, ഇന്ദ്ര ഇങ്ങ് വാ. എന്റെ കൂടെ വന്ന് നോക്കിക്കോ ഞാൻ കൊടുക്കുന്നുണ്ടോന്ന്. ഈ അത്താഴം ഞാൻ അയാൾക്ക് തന്നെയാണോ കൊടുക്കുന്നതെന്ന് വന്ന് നോക്ക്. വാ. എവിടാടോ തന്റെ പാത്രം? പെട്ടെന്ന് എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വാ പോയിട്ട്. ഒന്ന് അനങ്ങി ഇങ്ങോട്ട് വാ.
താൻ കാരണം എന്റെ മക്കള് പരസ്പരം തല്ലുപിടിക്കുന്ന അവസ്ഥ ഇപ്പോ. ഇത് അധികകാലം വെച്ച് പൊറപ്പിക്കുന്നു താൻ കരുതണ്ട. ആഹാരം വേണമെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. പൈപ്പിലെ വെള്ളം കുടിച്ചും ഞാൻ ഇന്ന് രാത്രി തള്ളി. താൻ പട്ടിണി കിടന്ന നെഞ്ചു പടയ്ക്കുന്ന ഒരുത്തി ഉണ്ടല്ലോ ഇവിടെ. അവളാ ഇന്ദ്രനെ എരികേറ്റി വിടുന്നത്.